ഹായ് ചക്കരകളെ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പം നമ്മൾ രാവിലെ തന്നെ ചായ കുടിക്കുകയാണ്. ഇന്ന് ചായ കുടിക്കുമ്പോൾ ബിസ്ക്കറ്റ് കൂടെ കഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ബിസ്ക്കറ്റ് കഴിക്കുന്നത് രാവിലെ തന്നെ നന്നല്ല എന്നറിയാം, എന്നാലും നമ്മൾ എപ്പോഴൊന്നും കഴിക്കാറില്ല കേട്ടോ. ഇടയ്ക്ക് എപ്പോഴെങ്കിലുമൊക്കെ കഴിക്കും. അപ്പോൾ നമ്മളങ്ങനെ ചായയും ബിസ്ക്കറ്റെല്ലാം കഴിച്ചതിന് ശേഷം വേഗം തന്നെ വന്നിട്ട് നമ്മൾ എന്താ പറയുക കൂട്ടാൻ വെക്കേണ്ട പരിപാടിയിലാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്ന് ചെറുപയർ വെച്ചിട്ട് വറുത്ത് ചെറുപയർ വെച്ചിട്ടുള്ള കറിയാണ് കേട്ടോ വെക്കുന്നത്. അപ്പോൾ നമ്മൾ പഴയ കാലത്തൊക്കെ നമ്മുടെ അമ്മമാരൊക്കെ എങ്ങനെ ചെയ്യുക പറഞ്ഞാൽ ഇതുപോലെ ചെറുപയർ അന്നൊന്നും ഇങ്ങനെ കുതിർത്തിടാറില്ല കേട്ടോ. അപ്പോൾ കുതിർക്കാണ്ട് ഇതുപോലെ വറുത്തിട്ടൊക്കെയാണ് വെക്കാറുള്ളത് കേട്ടോ. നമ്മൾ ഈ ചെറുപയർ, വെള്ളപ്പയർ, കൊള്ള് ഇതെല്ലാം വറുത്ത് വെക്കുമ്പോൾ നമ്മുടെ കൂട്ടാൻ നല്ലൊരു മണമാണ് കേട്ടോ ഉണ്ടാകാറുള്ളത്. അപ്പോൾ ഞാനിന്ന് വിചാരിച്ചു എപ്പോഴും നമ്മൾ വെള്ളത്തിൽ കുതിർത്തിട്ടല്ലേ വെക്കാറുള്ളത്, അപ്പോൾ ഇന്ന് വറുത്ത് വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഞാൻ നമ്മുടെ ചെറുപയർ കുറച്ചെടുത്തിട്ട് നന്നായി തന്നെ ഒന്ന് വറുത്തെടുക്കുന്നുണ്ട്. വറുക്കുന്ന സമയത്ത് നല്ല മണം വരും കേട്ടോ. അപ്പോൾ നമുക്കത് ഓഫ് ചെയ്തിട്ട് നന്നായി തന്നെ ഒന്ന് കഴുകിയെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിത് വേഗം തന്നെ ഓഫ് ചെയ്തിട്ട് പാത്രത്തിലാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊന്ന് കഴുകിയെടുക്കണം. അപ്പോൾ നമ്മൾ ഈ ചൂടോടെ പാത്രത്തിലാക്കിയിട്ട് അങ്ങനെ പൈപ്പിൻ ചോട്ടി കൈ കൊണ്ട് പിടിച്ചു കഴിഞ്ഞാൽ ആവി തട്ടിയിട്ട് കൈ പൊള്ളും കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വാഷ് ബേസിനിൽ വെച്ച് കൊടുത്തിട്ട് പിന്നെ വെള്ളം പിടിച്ച് കഴുകിയെടുത്തത് കേട്ടോ. പിന്നെ അത് നമ്മൾ അങ്ങനെ കുക്കറിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് പിന്നെ ഉപ്പൊക്കെ ചേർത്ത് വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പഴയ കാലത്ത് നമ്മൾ ഇതുപോലെ വറുത്തിട്ട് കറി വെക്കുമ്പോൾ ഇങ്ങനെയല്ല കേട്ടോ വെക്കുന്നതും കുറച്ച് വ്യത്യാസത്തിലാണ് വെക്കാറുള്ളത്. പക്ഷെ നമ്മൾ ഇന്ന് അങ്ങനെയല്ല വെക്കുന്നത്. ഇപ്പൊക്കെ എല്ലാവരും വെക്കുന്നില്ല, ഇന്ന പോലെയാണ് കേട്ടോ വെക്കുന്നത്. അപ്പോൾ ഞാൻ നന്നായി തന്നെ വറുത്തതൊന്ന് വേവാനിട്ടിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് നമ്മൾ നേരാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരു 2-3 അല്ലി വലിയ ഉള്ളിയും ഒരു 2-3 അല്ലി വെളുത്തുള്ളിയും കൂടെ നമ്മൾ നേരാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിത് അരപ്പൂടെ ചേർത്തിട്ടൊന്ന് അരച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാനതെല്ലാം വേഗം തന്നെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട്. അതിന് ശേഷം പിന്നെ നമ്മൾ അരയ്ക്കാനുള്ള ജാറൊക്കെ കൊണ്ടുവന്നു കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് എന്താ പറയുക അരയ്ക്കേണ്ട ഐറ്റംസൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ആദ്യം തന്നെ കുറച്ച് തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും തന്നെ നമ്മുടെ കുക്കർ വിസിലടിച്ചു. ഞാനപ്പോൾ അത് ഓഫ് ചെയ്തിട്ടു. അതിന് ശേഷം കുറച്ച് തേങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ഞാൻ നമ്മുടെ ഉള്ളിയും പച്ചമുളകും അതുപോലെ വെളുത്തുള്ളിയൊക്കെ ചേർത്ത് വെള്ളമൊക്കെ ഒഴിച്ച് നന്നായി തന്നെ അരച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ആദ്യമേ പറയാം കേട്ടോ, ഞാൻ ഈ കറി ഇങ്ങനെ വെക്കുന്നത് ആദ്യമായിട്ടാണ് കേട്ടോ. ഇതുപോലെ ഇങ്ങനെ ചേർത്ത് അങ്ങനെ വെച്ചിട്ടില്ല, എല്ലാ മസാലയും കൂടെ അരച്ചിട്ട് അതും വെളുത്തുള്ളി ഇങ്ങനെ അരച്ച് ചേർത്തിട്ടുള്ള കൂട്ടാൻ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ വെക്കുന്നത്. അപ്പോൾ ഞാൻ അതെല്ലാം അരച്ച് വെച്ചതിന് ശേഷം പിന്നെ അശ്വിന് കാപ്പി വേണം പറഞ്ഞു കേട്ടോ. അപ്പോൾ പിന്നെ വെള്ളക്കാപ്പി ആക്കാൻ പറഞ്ഞു. ഇപ്പോൾ കാപ്പിപ്പൊടി തീർന്നിരിക്കുകയായിരുന്നു, കാപ്പിപ്പൊടി ഇല്ല കേട്ടോ. അപ്പം ഞാൻ കുറച്ച് ചായപ്പൊടി ഇട്ടിട്ട് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് വതക്കോടെ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അടിച്ചു നോക്കിയപ്പോൾ ഉണ്ട് നമ്മുടെ ചെറുപയർ വെന്തത് പോരാ കേട്ടോ. അപ്പോൾ വെള്ളവും കുറച്ച് കുറവായിരുന്നു. അപ്പോൾ അത് കാരണം ഞാൻ അതെല്ലാം ചേർത്ത് ഒന്നുകൂടെ വേവിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നന്നായി തന്നെ വെന്ത് വരട്ടെ. പിന്നെ അപ്പോഴേക്കും തന്നെ അവൻ്റെ ചായ റെഡി ആയിട്ടുണ്ട്, കട്ടൻ ചായ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ഞാനൊന്ന് ആറാൻ വെച്ച് കൊടുത്തതാണ്. അത് അവിടെ നിന്നിട്ടൊന്ന് ആറി വരട്ടെ കേട്ടോ. ആറിയതിന് ശേഷം പിന്നെ ഞാൻ അത് അവന് കാപ്പി ഗ്ലാസ്സിലാക്കിയിട്ട് കൊടുത്തു കേട്ടോ. നമ്മുടെ കട്ടൻ ചായയിൽ വെല്ലൂട്ട് ചേർത്തിട്ട് കുടിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അപ്പം ഞാനത് അവന് കൊണ്ട് കൊടുത്തു. അതിന് ശേഷം പിന്നെ വന്നിട്ട് നമ്മൾ കുറച്ച് പുട്ട് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്താ പറഞ്ഞാൽ നമ്മുടെ അരി പൊടിച്ചിട്ടുള്ള പുട്ടാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കുന്നത്. അത് നന്നായി കുഴച്ച് കറക്റ്റായി ചെയ്ത് നമ്മളതൊന്ന് അടച്ച് മാറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ചെറുപയർ കറി ചോറ്റിനും അതുപോലെ തന്നെ പുട്ടിനും കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഈ വശത്ത് പുട്ടുണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം ആവിയെല്ലാം പോയതിന് ശേഷം നമ്മുടെ കുക്കർ നമ്മൾ തുറന്ന് നോക്കിയപ്പോൾ നമ്മുടെ ചെറുപയർ നന്നായി തന്നെ വെന്തിട്ടുണ്ട് കേട്ടോ. കുറച്ച് വെന്ത് കുഴഞ്ഞാലും കുഴപ്പമില്ല, എന്താ പറയുക നമ്മൾ ചാറാക്കി എടുക്കുമ്പോൾ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. പിന്നെ ഞാൻ അതിലേക്ക് നമ്മൾ അരച്ചുകൊണ്ട് വന്നിട്ടുള്ള അരപ്പ് ചേർത്ത് കൊടുത്തു കേട്ടോ. അരപ്പ് ചേർത്ത് കൊടുത്ത് ആവശ്യത്തിനുള്ള വെള്ളമെല്ലാം ചേർത്ത് കൊടുത്ത് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആവശ്യത്തിന് വെള്ളം ചേർക്കണം കേട്ടോ. അപ്പോൾ വെള്ളം കുറവായ കാരണം പിന്നെ ഞാൻ കുറച്ചുകൂടെ വെള്ളമൊക്കെ ചേർത്ത് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഉപ്പോ എരിവോ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ നമുക്ക് ഉപ്പ് കുറവായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്ത് തിളപ്പിക്കാൻ വിട്ടിട്ടുണ്ട് കേട്ടോ.
ഇനി ഇത് നന്നായി തന്നെ ഒന്ന് തിളച്ച് വരട്ടെ കേട്ടോ. അപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ എനിക്ക് ഈ കറി ഇഷ്ടമായി ചോദിച്ചാൽ കുഴപ്പമില്ല. പക്ഷേ എന്താ പറയുക, ശരിക്കും പറയുകയാണെങ്കിൽ ഈ കറിയിൽ വെളുത്തുള്ളി ചേർത്ത് അരച്ചപ്പോൾ അതിൻ്റെ വല്ലാത്തൊരു മണം തോന്നിയിട്ടാണ്. അപ്പം ഞാൻ എപ്പോഴും കൂട്ടാൻ വെക്കുമ്പോൾ നമ്മുടെ വെളുത്തുള്ളി അരച്ചിട്ട് ഇതുപോലെ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാറില്ല കേട്ടോ. അപ്പം നമ്മളെപ്പോഴും കാണുന്നവർക്കറിയാം നമ്മൾ വെളുത്തുള്ളി എപ്പോഴും കടുക് വറുത്ത് ചേർക്കുമ്പോഴാണ് ചേർക്കാറുള്ളതെന്ന്. എല്ലാവരും പല കറികളിലും നമ്മുടെ വെളുത്തുള്ളി ഇതുപോലെ തേങ്ങയുടെ കൂടെ അരച്ചിട്ട് ചേർത്ത് കൊടുക്കുന്നത് കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇതുവരെ അതൊന്നും ചെയ്ത് നോക്കിയിട്ടില്ല. അപ്പോൾ ഞാൻ ഇന്നൊന്ന് ചെയ്ത് നോക്കിയതാണ് കേട്ടോ. പക്ഷേ നന്നായിരിക്കുന്നുണ്ട് കറി, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ആ വെളുത്തുള്ളിയുടെ ആ ഒരു മണം അതങ്ങോട്ട് എനിക്ക് ശരിയായതേ ഇല്ല കേട്ടോ. വെളുത്തുള്ളി ഇങ്ങനെ അരച്ച് ചേർക്കുന്നതും നമ്മൾ എണ്ണയിൽ കടുക് വറുത്ത് ചേർക്കുന്നതും രണ്ടും രണ്ട് ടേസ്റ്റാണ് ഉണ്ടാവാറുള്ളത് കേട്ടോ. അപ്പോൾ എനിക്ക് എപ്പോഴും ഈ കടുക് വറുത്ത് ചേർക്കുമ്പോഴാണ് അത് ഇഷ്ടമായിട്ട് തോന്നിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞു എന്ന് മാത്രം കേട്ടോ. പിന്നെ നമ്മൾ എണ്ണ ഒഴിച്ച് കടുക് ചേർത്ത് വെളുത്തുള്ളിയല്ല നമ്മുടെ ചെറിയുള്ളി ചേർത്ത് മൂപ്പിച്ചതിന് ശേഷം നമ്മുടെ കറിയിലേക്ക് ചേർത്ത് കൊടുത്തു കേട്ടോ. അപ്പോൾ നമ്മൾ ഇങ്ങനെ ചെയ്യുമ്പോൾ എന്താ പറയുക, അതിലേക്ക് വെളുത്തുള്ളി ഇതുപോലെ ഒന്ന് എണ്ണയിൽ വാട്ടിയിട്ട് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കുന്നതാണ് കേട്ടോ എനിക്ക് തോന്നുന്നത്. പക്ഷെ ഒരുപാട് ആൾക്കാർ നമ്മൾ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് കേട്ടോ, നമ്മുടെ തേങ്ങയിൽ കൂടെ വെളുത്തുള്ളിയൊക്കെ ഇങ്ങനെ അരച്ച് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാനത് കഴിക്കില്ല എന്നിട്ട് ഇതുവരെ ഞാനങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്നിപ്പോൾ അങ്ങനെ ചെയ്ത് നോക്കാൻ പറഞ്ഞിട്ടാണ് കേട്ടോ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ ഒരു അരപ്പൊക്കെ ചെയ്തിട്ട്. പക്ഷെ അതെനിക്ക് തീരെ ഇഷ്ടമായില്ല കേട്ടോ. നമ്മൾ വെളുത്തുള്ളി മാറ്റിയിട്ട് ബാക്കിയെല്ലാം അരച്ച് ചേർത്ത് വെളുത്തുള്ളി ഒന്ന് കാച്ചി ഒഴുക്കിയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും എന്നാണ് തോന്നുന്നത് കേട്ടോ. അപ്പോൾ ഇങ്ങനെ അരച്ച് ചേർക്കുന്നതും ഇഷ്ടമുള്ള ആൾക്കാരുണ്ടാകും കേട്ടോ. അപ്പോൾ അത് ഓരോ ആൾക്കാർക്ക് ഓരോ ടേസ്റ്റ് അല്ലേ. പിന്നെ നമ്മൾ ചെറുപ്പം മുതലേ കഴിച്ച് വന്നിട്ടുള്ള ഭക്ഷണത്തിൻ്റെ ടേസ്റ്റും ഇപ്പോൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ ടേസ്റ്റൊക്കെ ഒന്ന് വ്യത്യാസം ഉണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെയും കൂടെ ആയിരിക്കില്ലേ. അപ്പോൾ അതെല്ലാം പറഞ്ഞു കഴിയുമ്പോഴേക്കും തന്നെ നമ്മൾ പപ്പടം എല്ലാം കാച്ചി എടുത്തു. നമ്മുടെ പുട്ട് ഈ സൈഡ് നമ്മൾ വേവിക്കാൻ വെച്ചു. അതിന് ശേഷം പിന്നെ നമ്മൾ ചോറെല്ലാം ഒന്ന് എടുത്തിട്ട് വന്നു കേട്ടോ. അങ്ങനെ ചോറെല്ലാം ഒന്ന് ആക്കി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അക്ഷയ്ക്ക് ഞാൻ കഴിക്കാൻ കൊടുത്തു കേട്ടോ. എന്ന് പറഞ്ഞാൽ സമയമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പപ്പടം വേഗം തന്നെ കാച്ചിയതും അക്ഷയ്ക്ക് കഴിക്കാനൊക്കെ കൊടുത്തു കേട്ടോ. അപ്പോൾ ആൾ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് നിൽക്കണം, ഇനി ചോറാക്കി കൊടുത്താൽ വേണം പോകാൻ വേണ്ടിയിട്ട് കേട്ടോ. നമ്മൾ സാധാരണ പണ്ടൊക്കെ ചെയ്യുക പറഞ്ഞാൽ നമ്മുടെ ചെറുപയർ നന്നായി വറക്കും, എന്നിട്ട് അതിന് മല്ലിയും മുളകൊക്കെ ചേർത്ത് ഉള്ളി ചതച്ചതൊക്കെ ചേർത്ത് വേവിച്ചിട്ട് നമ്മുടെ തേങ്ങയും ജീരകവും കൂടെ അരച്ച് ചേർക്കും, എന്നിട്ട് കടുക് വറുത്ത് ചേർക്കും. അങ്ങനെയാണ് കേട്ടോ കഴിക്കാറുള്ളത്. അപ്പോൾ ഞാൻ ഒരു വെറൈറ്റി ആയിക്കോട്ടെ വേണ്ടിയിട്ട് ചെയ്തതാണ് കേട്ടോ. അങ്ങനെ ആ സമയം കൊണ്ട് തന്നെ നമ്മുടെ അക്ഷയ റെഡിയായിട്ട് സ്കൂളിലേക്ക് പോയി. പിന്നെ അതിന് ശേഷം പിന്നെ അശ്വിന് വിശക്കുന്നു പറഞ്ഞു കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ വേഗം തന്നെ അവനെന്താ പറയുക ഭക്ഷണം കൊടുക്കുകയാണ്. അവൻ കഞ്ഞി ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ കഞ്ഞി വേണ്ട പറഞ്ഞു, പുട്ട് മതി പറഞ്ഞു കേട്ടോ. എന്താ ഞാൻ അവന് കഞ്ഞി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു പറഞ്ഞാൽ ഇന്നലെ സ്കൂൾ വിട്ട് വരുമ്പോഴേക്കും നല്ല പനിയായിരുന്നു കേട്ടോ. പനിയായിട്ടാണ് സ്കൂൾ വിട്ട് വരുമ്പോഴേ വന്നതും അങ്ങനെ എന്താ പറയുക ഡ്രസ്സൊക്കെ മാറ്റി അങ്ങനെ കിടന്നുറങ്ങുമായിരുന്നു കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതിന് ശേഷം പിന്നെ ഞാൻ പനിക്കുള്ള മരുന്നൊക്കെ കൊടുത്തു. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ 1-2 പ്രാവശ്യം ഛർദ്ദിച്ചു കേട്ടോ. അപ്പം ഞാൻ പറയാറില്ലേ നമ്മുടെ ഇവിടെ അടുത്ത് ഒരു ഹോസ്പിറ്റലുണ്ടെന്ന്, പിന്നെ അവിടേക്ക് കൊണ്ടുപോയി. പിന്നെ അവർ മരുന്നൊക്കെ തന്നപ്പോൾ പിന്നെ ഛർദ്ദിയൊക്കെ നിന്നു കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ രാവിലെ എണിച്ചിട്ട് പിന്നെ കഞ്ഞി കൊടുക്കാറുണ്ട്, ചോറൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അവന് വേണ്ട കഞ്ഞി വേണ്ട പുട്ട് മതി പറഞ്ഞു കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു വെറും വയറ് കിടക്കുന്നതിനെക്കാട്ടിലും നല്ലതല്ലേ എന്തെങ്കിലും ഒന്ന് കഴിച്ചോട്ടെ പറഞ്ഞിട്ട് പിന്നെ ഞാൻ പുട്ട് തന്നെ കഴിക്കാൻ കൊടുത്തു കേട്ടോ. അതും നേരെയൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല, കുറച്ചങ്ങോട്ട് കഴിച്ചു. അതിന് ശേഷം പിന്നെ ഞാനും ഏട്ടനും ഭക്ഷണം കഴിക്കാനായിട്ട്. അപ്പോൾ എനിക്കിപ്പോൾ കുറവുണ്ട്, കുഴപ്പമൊന്നുമില്ല. എന്നാലും ഇന്നൊരു ദിവസം കൂടെ റെസ്റ്റ് എടുത്തോട്ടെ പറഞ്ഞിട്ട് സ്കൂളിലേക്ക് അയച്ചിട്ടില്ല കേട്ടോ. സ്കൂൾ വിട്ട് വരുമ്പോൾ നമുക്ക് എപ്പോഴും പേടിയാണ് എന്തെങ്കിലും ഇടാകൂടമൊക്കെ കാണിച്ചിട്ട് വരുമോ പറഞ്ഞിട്ട് കേട്ടോ. അപ്പോൾ കുറച്ചായി പിന്നെ വലിയ കുഴപ്പമൊന്നുമില്ലാണ്ട് അങ്ങനെ പോയതായിരുന്നു. എന്താ പറയുക കുട്ടികളൊന്നും വലുതാവോളം ബുദ്ധിമുട്ടാണ്, ഇടയ്ക്കിടയ്ക്ക് ഈ പനിയും ചുമയും ഒക്കെ ആയിട്ട്. അപ്പോൾ ഞാൻ പിന്നെ വേഗം തന്നെ ഭക്ഷണമൊക്കെ കഴിക്കൽ കഴിഞ്ഞ് പിന്നെ വന്ന് നമ്മുടെ പാത്രങ്ങളൊക്കെ ഒന്ന് ഒഴിച്ച് മാറ്റി എടുക്കുന്നുണ്ട് കേട്ടോ. പാത്രങ്ങളെല്ലാം ഒഴിച്ച് മാറ്റി, നമുക്കൊന്നിപ്പോൾ അധികം പാത്രങ്ങളൊന്നും കഴുകാനില്ല, ഉള്ള പാത്രമൊക്കെ ഞാൻ വേഗം തന്നെ ഒന്ന് ഒഴിച്ച് മാറ്റി. അതുപോലെ നമ്മുടെ പുട്ട് പോയിട്ടുണ്ടായിരുന്ന പൊടിയെല്ലാം ഒന്ന് കൈ കൊണ്ടൊന്ന് തുടച്ചെടുത്തു. അതിന് ശേഷം പിന്നെ ഞാൻ വേഗം തന്നെ വന്നിട്ട് പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകിയെടുക്കുന്നുണ്ട് കേട്ടോ.
ഞാൻ പിന്നെ ചെറുപയർ കറി വെക്കാൻ തന്നെ കാരണം എന്താ പറയുക, രാവിലെ പുട്ടുണ്ടാക്കാമെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ പുട്ടുണ്ടാക്കുമ്പോൾ നമ്മൾ ചെറുപയർ കറിയാകുമ്പോൾ എന്താ പറഞ്ഞാൽ നമ്മൾ പുട്ടിനും നല്ല ടേസ്റ്റ് ആയിരിക്കും കഴിക്കാൻ വേണ്ടിയിട്ട്, അതുപോലെ തന്നെ ചോറിനും കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ പിന്നെ ഒരു കറി വെച്ചാൽ രണ്ടിനും ആയോല്ലോ, നല്ല ടേസ്റ്റായിട്ട് കഴിക്കാമല്ലോ പറഞ്ഞിട്ടാണ് കേട്ടോ പിന്നെ നമ്മൾ ചെറുപയർ കറി തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ തൈരും പിന്നെ അച്ചാറും ഒക്കെ ഉണ്ടായിരുന്നല്ലോ, അതൊക്കെ അവർക്ക് കൊടുത്തയച്ചു കേട്ടോ. അപ്പോൾ തൈരും അച്ചാറും നമ്മുടെ ചെറുപയർ കറിയും ഒരു പപ്പടവും കൂടെ കഴിക്കണമെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ നമ്മൾ പുട്ടിൻ്റെ കൂടെ പുട്ട്, ചെറുപയർ കറി, പപ്പടം, ഇത് നല്ല കോമ്പിനേഷനാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഞാൻ പിന്നെ ചെറുപയർ കറി തന്നെ ആക്കിയത് കേട്ടോ. പിന്നെ അങ്ങനെ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ വന്നിട്ട് ഞാൻ ഉമ്മറൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ വെള്ളക്കുപ്പി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു, അതെല്ലാം ഒന്ന് മാറ്റിയെടുത്ത് നമ്മുടെ പായെല്ലാം ഒന്ന് കുടഞ്ഞ് വൃത്തിയാക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ. സ്കൂളില്ലെങ്കിലല്ല വയ്യെങ്കിലും ഒരു ഭാഗത്ത് ഒതുങ്ങിയൊന്നും ഇരിക്കില്ല കേട്ടോ, ഏടാകൂടം കാണിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെ പിന്നെ വേഗം തന്നെ നമ്മൾ എല്ലാവിടെയും ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ വേഗം തന്നെ അടിച്ചെടുത്തിട്ട് വേണം നമുക്ക് എല്ലാവിടെയും ഒന്ന് തുടച്ചെടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. പിന്നെ വേറെ ഒന്നും നമ്മൾ വെച്ചതൊന്നുമില്ല കേട്ടോ, പിന്നെ ഉള്ളതുകൊണ്ട് പിന്നെ അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട് അങ്ങനെ ഇരുന്നു. ഇന്നിപ്പോൾ കുറച്ച് മടിയായിരുന്നു കേട്ടോ, വീഡിയോ എടുക്കാനും അതുപോലെ കുക്ക് ചെയ്യാനൊക്കെ ഒരു മടിയായിരുന്നു. അപ്പോൾ ഞാൻ രാവിലെ ഏട്ടനോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, നമ്മൾ ചായ കുടിക്കുമ്പോൾ വർത്താനം പറഞ്ഞു കൂട്ടാൻ വെക്കാനല്ല കൂട്ടാനായിട്ട് പാർസലായിട്ട് വല്ലതും കിട്ടുകയാണെങ്കിലൊക്കെ വാങ്ങായിരുന്നില്ലേ, ചില ദിവസങ്ങളിലൊന്ന് ഫ്രീ ആയിരിക്കാമല്ലോ പറഞ്ഞിട്ട് എന്ന് പറയുമായിരുന്നു കേട്ടോ. അപ്പോൾ ഏട്ടൻ പറഞ്ഞു ലുലുവിലുണ്ട് പറഞ്ഞു കേട്ടോ എൻ്റെ അടുത്ത്. ലുലു നമ്മൾ പോയിട്ടുണ്ടല്ലോ, ഞാൻ ഉദ്ദേശിച്ചതല്ല കേട്ടോ, നമ്മൾ നാടനായിട്ട് കറികളൊക്കെ വെക്കുന്ന കടകളൊക്കെ ഉണ്ടെങ്കിൽ ഇടയ്ക്കൊക്കെ വാങ്ങി കഴിക്കാമല്ലോ, നമുക്കൊന്ന് ഫ്രീ ആവാമല്ലോ പറഞ്ഞിട്ടാണ് കേട്ടോ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മളങ്ങനെ വേഗം തന്നെ എല്ലാവിടെയും ഒന്ന് തുടച്ചെടുത്തു കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ചെറിയ കുഞ്ഞു വിശേഷങ്ങൾ കേട്ടോ, റെസിപ്പിയും. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കണം. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ നമ്മൾ എല്ലാ ദിവസവും ഉച്ചക്ക് 12:15 വീഡിയോ ഇടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നാളെ ഉച്ചക്ക് 12:15 പുതിയൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ.